നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാനാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ പനി പിടിച്ചു. ചോദിച്ച് ഓരോ സ്ഥലങ്ങളിൽ കയറാമെന്ന് വിചാരിച്ചു. ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസാണ്. എവിടെ നോക്കിയാലും ഷനലുള്ളൂ. ഷനലിൻ്റെ ഷോറൂം ഭയങ്കര എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് കൊതിയാകുന്നുണ്ട്. ഇവിടെ ഒരു ഉപകാരമുണ്ട്, ആരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഹെൽപ്പ് വരും. ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നു. എൻ്റെ പുറകെ നടന്നു. പിന്നെ നമുക്ക് നാണമില്ലാത്ത കാരണം ഞാൻ ചോദിക്കുമല്ലോ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇംഗ്ലീഷൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അവരുടെ ലാംഗ്വേജും അറിയില്ല, അതാണ് പ്രശ്നം. പക്ഷെ എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ, ഇതെങ്ങനെയാന്ന്. അപ്പോൾ ഇവരോട് ചോദിച്ചു. ആളുടെ വൈഫിനെ വിളിച്ച് ഇംഗ്ലീഷ് അറിയില്ല, അപ്പൊ ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ വൈഫിനോട് സംസാരിച്ച് എൻ്റെ കൊണ്ടുപോവാണ്. ദേ ഹെൽപ്പിങ് മീ. ഇവരാണ് ഹെൽപ്പ് ചെയ്യണ കേട്ടോ. നല്ല മനുഷ്യരാണ് ഇവിടെ. അപ്പൊ ഇതാണ് വേൾഡ് ട്രേഡ്. കണ്ടോ, എൻ്റെ മോളിൽ കയറണം. എന്ത് രസം. ഇത് ഇവിടുത്തെ സിറ്റിയാണ്, മെയിൻ സിറ്റിയാണ്. ഇവിടെയാണ് കയറുന്നത്. ഇത് മൊത്തം കാണും നമ്മൾ. ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ക്ലോസ് ചെയ്തു വന്ന് നാളെ 10 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ടുപിടിച്ചു ഇനി നാളെ രാവിലെ ട്രെയിനിൽ വരും. എന്നിട്ട് നൈറ്റ് വ്യൂ കാണാൻ പറ്റിയില്ല, നമുക്ക് ഡേ ടൈമിൽ വ്യൂ കാണാം. ഇതാണ് ടവർ കേട്ടോ. അതിൻ്റെ ഇപ്പം മെട്രോ പിടിക്കാൻ പോവാണ്. മെട്രോ പിടിച്ച് വീട്ടിൽ പോകാൻ വേണം. വീട്ടിൽ നിന്ന് ഹോട്ടലിൽ പോവാം. പേടി മാറാൻ വേണ്ടിയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇറങ്ങണേ. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്നല്ലേ പറയുന്നല്ലേ. എന്താ, ഒരു മനുഷ്യനില്ല. തനിയെ പോകണ്ടായിരുന്നു അല്ലേ. സിറ്റിയിലേക്ക് ഇല്ലേ ഭയങ്കര തിരക്ക്. ഇത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഉൾപ്രദേശം. അവിടെ ഒട്ടും ആളില്ല. എനിക്കൊരു പേടിയുണ്ട്. നോക്ക്, ഭയങ്കര ഇരുട്ട്. ഞാനേ ഇതിലെ കൂടെ നടക്കാം. എനിക്കൊരു പേടി. ഇതിലെ കൂടെ നടക്കാം. അപ്പോൾ പിന്നെ മറ്റേതേ സൈഡിൽ കൂടെ നടക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്.